നമസ്തേ. ഓം ശ്രീമാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. കൊല്ലവർഷം 1200 ആണ്ട് കുംഭമാസം 22 അതായത് 6/3/2025 വ്യാഴാഴ്ച ശുക്ലപക്ഷ സപ്തമിയും രോഹിണിയും വരുന്ന ദിവസം ഉദയം 6:40 സൂര്യാസ്തമനം 6:32 രാഹുകാലമാകട്ടെ 2:05 PM മുതൽ 3:34 PM വരെയും ഗുളികകാലം 9:38 AM മുതൽ 11:07 വരെയും യമകണ്ഠകാലമാകട്ടെ 6:40 AM മുതൽ 8:09 AM വരെയുമാകുന്നു. രാഹുകാലവും ഗുളികകാലവും യമകണ്ഠകാലവും ശുഭകർമ്മങ്ങൾക്ക് വർജിക്കേണ്ടതാണ്. എന്നാൽ അഭിജിത്ത് മുഹൂർത്തം 12:12 PM മുതൽ 12:34 PM വരെയും 12:38 PM മുതൽ 1 മണി വരെയും ആണ്. ഈ സമയം എല്ലാവിധ ശുഭകാര്യങ്ങൾക്കും ഉത്തമം. ഇനി ചന്ദ്രോദയം വരുന്നത് 11:41 AM ചന്ദ്രാഷ്ടമം തുലാരാശിക്കാർക്കാണ്. ഇനി നമുക്ക് രാശി ചക്രം ഒന്ന് പരിശോധിക്കാം. സൂര്യൻ കുംഭം രാശിയിലും ചന്ദ്രൻ ഇടവത്തിൽ ഉച്ചസ്ഥനായും ചൊവ്വ മിഥുനത്തിലും ബുധൻ മീനത്തിലും ഗുരു ഇടവത്തിലും ശുക്രൻ മീനത്തിലും മന്ദൻ അതായത് ശനി കുംഭം രാശിയിലും രാഹു മീനത്തിലും കേതു ഇടവത്തിലും കന്യയിലുമായി രാശിചക്രത്തിൽ ഗ്രഹങ്ങൾ അവരുടെ സഞ്ചാരം തുടരുന്നു. ഗ്രഹങ്ങളുടെ ഈ സഞ്ചാരക്രമത്തിനനുസരിച്ച് ഇന്നേ ദിവസം 27 നക്ഷത്രക്കാർക്കും എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത്, എന്തൊക്കെ പ്രാർത്ഥനകളാണ് ചെയ്യേണ്ടത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം. വ്യാഴാഴ്ച ആയതുകൊണ്ട് തന്നെ മഹാവിഷ്ണുവിൻ്റെ വളരെ പ്രാധാന്യമുള്ള ദിവസമാണ്. പോരാത്തതിന് രോഹിണി നക്ഷത്രവുമാണ്. അപ്പം മഹാവിഷ്ണുവിനെ എല്ലാവരും പ്രാർത്ഥിക്കുന്നത്, ഏത് നക്ഷത്രക്കാരും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, മഞ്ഞ പുഷ്യരാഗമുള്ളവർ മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത്, വിഷ്ണു ക്ഷേത്രത്തിൽ ശരിക്കും കദളിപ്പഴം തൃക്കൈവെണ്ണയൊക്കെ നിവേദിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ഒരു 108 പ്രാവശ്യം, അതിന് സാധിക്കാത്തവർ ഒരു 11 പ്രാവശ്യമെങ്കിലും ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുന്നതും വളരെ നന്നായിരിക്കും. കഴിയുന്നതും മഞ്ഞ വസ്ത്രമുള്ളവർ മഞ്ഞ വസ്ത്രം ധരിക്കുക, അല്ലെങ്കിൽ മഞ്ഞ കലർന്ന വസ്ത്രം ധരിക്കുക. ഇനി അണ്ടർഗാർമെൻസ് ആയാലും മതി. തീർച്ചയായിട്ടും മഹാവിഷ്ണു പ്രീതി വരുന്നതാണ്. മേടം രാശിക്കാർക്ക് ഈ ദിവസം എന്തെല്ലാം ഗുണഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് നമുക്ക് പരിശോധിക്കാം. അല്പമെങ്കിലും വരുമാന വർധനമുണ്ടായേ തീരും. തൊഴിലധിഷ്ഠിതമായ കോഴ്സുകളിൽ ചേരുന്നതിനുള്ള യോഗം കാണുന്നു. നിർത്തിവച്ചിരുന്ന കർമ്മ പദ്ധതികൾ പുനരാരംഭിക്കും. അനുകൂലമായ ജോലി മാറ്റവും വരാം. വിദേശത്ത് ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള സാധ്യത തെളിഞ്ഞു വരും. സാമൂഹിക പ്രവർത്തനം മൂലം പ്രശസ്തി ഉണ്ടാവും. പരീക്ഷണാർത്ഥമാണെങ്കിലും ചെയ്യുന്ന കാര്യങ്ങൾക്ക് വിജയം പ്രതീക്ഷിക്കാം. പല രംഗത്തും ഉത്സാഹത്തോടുകൂടി ഇടപെടും. വീട് പണി പൂർത്തിയാക്കുന്നതിനുള്ള ഒരു ശ്രമം കാണുന്നു. പൊതുവെ പറഞ്ഞാൽ ഏത് മേഖലയിലുള്ളവർക്കും 2ാം ഭാവത്തിൽ നിൽക്കുന്ന ചന്ദ്രനും അതുപോലെ തന്നെ ഉച്ചസ്ഥനായി നിൽക്കുന്ന ചന്ദ്രൻ്റെയും 2ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെയും പ്രീതി ഇവർക്ക് ലഭിക്കുന്നതിനാൽ മേടൻ രാശിക്കാർക്ക്
6/3/2025 ഒരു ശുഭദിനം ആകാം. എല്ലാവരും മഹാവിഷ്ണുവിനെയും ദുർഗാദേവിയെയും പ്രാർത്ഥിക്കുന്നത്, ദുർഗാദേവിക്ക് പാൽപ്പായസം നിവേദിക്കുന്നത്, അതുപോലെ തന്നെ കഴിയുന്നതും ഒരു കദളിപ്പഴമെങ്കിലും നേദിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം ജപിക്കുന്നത്, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നത്, ദേവി മഹാത്മ്യത്തിലെ നാരായണി സ്തുതി ജപിക്കുന്നതൊക്കെ ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുമെന്നുള്ളത് ഒരു ശുഭ വാർത്തയാണ്. സ്വാധീനമുള്ളവരുമായി പരിചയം വരും. ആ പരിചയം തന്നെ കർമ്മമണ്ഡലത്തിൽ പുതിയ ഒരു രൂപരേഖ തയ്യാറാക്കുന്നതിന് സഹായകമാകും. അതുപോലെ തന്നെ മികച്ച ജീവിത അനുഭവങ്ങൾ ഉണ്ടാവും. പാരമ്പര്യമായി ലഭിക്കാനിരുന്ന ചില അറിവുകൾ, ചില സമ്പത്തൊക്കെ അനുഭവത്തിലേക്ക് വന്നു ചേരും. മാറ്റിവെച്ച തീർത്ഥയാത്ര നടത്തുവാനുള്ള ഒരു തീരുമാനം ഉണ്ടാവും. സാമ്പത്തിക നഷ്ടങ്ങൾ വന്നിരുന്നത് കുറേശ്ശെ നികത്തുവാനുള്ള ഒരു പദ്ധതിയും തയ്യാറാക്കും. വലിയ പ്രശ്നങ്ങളെ വിജയകരമായി അഭിമുഖീകരിച്ച് വിജയിക്കുവാനുള്ള അല്ലെങ്കിൽ മുന്നേറുവാനുള്ള ഒരു ശ്രമം നടത്തും. മനസ്സമാധാനം വർദ്ധിക്കും. ജീവിതത്തിൽ എല്ലാ വഴിത്തിരിവുകളിലേക്കും ഒരു പ്രതീക്ഷയുടെ ഒരു നാമ്പ് ഉയർന്നു വരുന്നതായി കാണാം. ഇടവൻ രാശിക്കാർ അവരുടെ രാശിനാഥയായ മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഉച്ചസ്ഥയായി നിൽക്കുന്ന ദുർഗാദേവിയെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ഭഗവാൻ ഒരു തുളസിമാല, വിഷ്ണു ക്ഷേത്രത്തിൽ ഒരു കദളിപ്പഴ നിവേദ്യമൊക്കെ ചെയ്താൽ ഗുണഫലങ്ങൾ വർദ്ധിക്കുന്നതാണ്. മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നതും അതുപോലെ തന്നെ കഴിയുന്നതും വിഷ്ണു സഹസ്രനാമം ജപിക്കുക, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുക. ഓം നമോ ഭഗവതി വാസുദേവായ എന്ന മന്ത്രം ഇങ്ങനെ ജപിച്ചുകൊണ്ടിരിക്കുന്നത് വളരെ വളരെ ഗുണഫലങ്ങൾ നൽകും. മിഥുനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കാര്യസാധ്യത്തിനായി പുതിയ വഴികൾ അവർക്ക് തുറന്നു കിട്ടും. പ്രവർത്തനങ്ങളെല്ലാം തന്നെ അംഗീകരിക്കപ്പെടും. ശാരീരിക ബുദ്ധിമുട്ടുകളെല്ലാം ഒരു പരിധിവരെ ഒഴിഞ്ഞു നിൽക്കും. തൊഴിൽ മാറ്റത്തിന് ശ്രമിക്കാം, അതിൽ വിജയിക്കും. സ്വപ്നങ്ങളും പ്രതീക്ഷകളുമൊക്കെ ചെറിയ രീതിയിൽ പൂവണിയുന്ന സമയമാണ്. സമൂഹത്തിൽ നല്ല അഭിപ്രായങ്ങൾ ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും. ഉറച്ച തീരുമാനങ്ങളെടുത്ത് മുന്നോട്ട് പോകുവാനും ശ്രമിക്കും. IT രംഗത്ത് നേട്ടങ്ങൾ ഉണ്ടാവും. ചിലവുകൾ നിയന്ത്രിക്കണം. വരവിനേക്കാൾ ചിലവ് വരാതിരിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കഴിയുന്നതും സംയമനത്തോടുകൂടി കാര്യങ്ങൾ ചെയ്യുന്നത് വളരെ നന്നായിരിക്കും. രാശിനാഥനായ ശ്രീകൃഷ്ണസ്വാമി, ശ്രീരാമസ്വാമി, ഹനുമാൻ സ്വാമി ഇവരെയൊക്കെ പ്രാർത്ഥിക്കുന്നത്, ബുധൻ എന്ന് പറയുന്നത് മഹാവിഷ്ണുവിൻ്റെ അംശാഭാഗങ്ങളായതിനാൽ ശ്രീകൃഷ്ണനെയും ശ്രീരാമനെയും നരസിംഹത്തെയൊക്കെ പ്രാർത്ഥിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. രാജഗോപാല മന്ത്രം ജപിക്കുന്നത്, അതുപോലെ തന്നെ വിദ്യാഗോപാല മന്ത്രമൊക്കെ ജപിക്കുന്നത് നന്നായിരിക്കും. കഴിയുന്നതും ശ്രീകൃഷ്ണ സ്വാമി ക്ഷേത്രത്തിൽ ദർശനം നടത്തി തുളസിമാല സമർപ്പിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. കർക്കിടകം രാശി. തൊഴിൽപരമായി കൂടുതൽ അവസരങ്ങൾ വന്നു ചേരും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. ഭൂമി വിൽപ്പനയിലുള്ള തടസ്സങ്ങൾ ഒരു പരിധിവരെ ഒഴിഞ്ഞു കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങൾ പൂർത്തിയാക്കുവാനുള്ള ആഗ്രഹപൂർത്തിക്കുള്ള ഒരു സാഹചര്യം വന്നു ചേരും. സന്താനങ്ങളെക്കുറിച്ചോർത്ത് അല്പം സന്തോഷം വരുന്ന എന്തെങ്കിലും ഒരു അനുഭവം ഉണ്ടാവും. ചർച്ച, മധ്യസ്ഥത ഇവയിലൊക്കെ വിജയിക്കും. ജോലി മാറ്റത്തിന് ശ്രമിക്കാവുന്ന സമയവുമാണ്.
രാശിനാഥയായ ദുർഗാദേവി ഉച്ചസ്ഥാനത്ത് നിൽക്കുന്നത് കൊണ്ട് അമ്മയുടെ അനുഗ്രഹം എപ്പോഴും ഉണ്ടാവും. ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയും പഞ്ചമാധ്യായവും പാരായണം ചെയ്യുന്നത് ഏറ്റവും നന്നായിരിക്കും. വ്യാഴാഴ്ച ആയതുകൊണ്ട് ദുർഗാദേവിക്ക് പാൽപ്പായസവും ശ്രീകൃഷ്ണസ്വാമിക്കും പാൽപ്പായസമൊക്കെ നിവേദിക്കുന്നത് വളരെ നന്നായിരിക്കും. ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്ന ശ്രീകൃഷ്ണസ്വാമിക്ക് തുളസിമാല സമർപ്പിക്കുന്നത് നന്നായിരിക്കും. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകുന്നതാണ്. ചിങ്ങം രാശി. ചിങ്ങം രാശിക്ക് വിദേശത്തേക്ക് പോകാനുള്ള പേപ്പർ വർക്കുകൾ ശരിയാകും. അലസത അല്പം മാറിക്കിട്ടും. തൊഴിലിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. ആഘോഷങ്ങളിൽ പങ്കെടുക്കും. സൗകര്യങ്ങൾ, അതായത് പഠനത്തിനാണെങ്കിലും അതുപോലെ യാത്രയ്ക്കൊക്കെയുള്ള ആ സൗകര്യങ്ങൾ വർദ്ധിപ്പിക്കും. ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾ ഒരു പരിധിവരെ പരിഹരിക്കും. ഭിന്നതകളെല്ലാം ഏകീകരിക്കുന്നതിന് ശ്രമിക്കും. അബദ്ധങ്ങളിൽ നിന്നും രക്ഷ നേടും. അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിച്ച് ശ്രേയസ് ഉണ്ടാക്കും. പൊതുവെ പറഞ്ഞാൽ വളരെ ചിന്തിച്ച് വളരെ സംയമനത്തോടുകൂടി മനസ്സിരുത്തി കാര്യങ്ങൾ ചെയ്യുന്നത് ഗുണഫലങ്ങൾ നൽകും. കണ്ടകശനി കാലമായതുകൊണ്ട് ഹനുമാൻ സ്വാമിയെ കൂടി പ്രാർത്ഥിക്കുന്നത് ഇണയ്ക്കും തുണയ്ക്കും എല്ലാവിധ സൗഭാഗ്യങ്ങളും വരുന്നതിന് സഹായകമാകും. ദേവി മഹാത്മ്യത്തിലെ 11-ാം അധ്യായം അതുപോലെ 5-ാം അധ്യായം ഒക്കെ വായിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. 10-ാം ഭാവത്തിൽ നിൽക്കുന്ന വ്യാഴത്തിൻ്റെ പ്രീതി വരുന്നതിനായി മഞ്ഞ വസ്ത്രം ധരിക്കുന്നതും ഒരുപാട് ഗുണഫലങ്ങൾ നൽകും. കന്നിരാശി. ഇവരെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിലെ ബുദ്ധിമുട്ടുകൾക്ക് ഒരു പരിധിവരെ നിയന്ത്രണം വരുന്നതാണ്. പ്രിയജനങ്ങളെ സഹായിക്കും. പുതിയ വസ്തുക്കൾ വാങ്ങുന്നതിന് ശ്രമിക്കും. വ്യവഹാരങ്ങളിൽ വിജയിക്കും. അനുകൂല സാഹചര്യങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രവർത്തിക്കുന്നതിനുള്ള ഒരു ശ്രേയസ് വന്നു ചേരും. പൊതുരംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, IT മേഖലയിലുള്ളവർക്ക്, പൊതുവെ ഏത് മേഖലയിലുള്ളവർക്കും അനുകൂലമായ ഒരു സാഹചര്യമാണ് ഇന്നേ ദിവസം ഉണ്ടാകുന്നത്. ആഗ്രഹിച്ച കോഴ്സിന് പ്രവേശനവും ലഭിക്കും. എന്തായാലും രാശിനാഥയായ മൂകാംബിക ദേവിയെ പ്രാർത്ഥിക്കുന്നത്, ഗണപതി ഭഗവാന് നാളികേരം ഉടയ്ക്കുന്നത്, മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നതൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. തുലാരാശി. തുലാരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ബന്ധുക്കളുമായുള്ള പിണക്കവും അകൽച്ചയും എല്ലാം മാറും. സാഹസികതയും എടുത്തുചാട്ടവും ഒക്കെ ഒന്ന് അല്പം നിയന്ത്രിച്ചാൽ നന്നായിരിക്കും. പെട്ടെന്ന് മുറി 2 എന്നുള്ള രീതിയിലുള്ള പ്രവർത്തനങ്ങളൊന്ന് മാറ്റിവെക്കുന്നത് നന്നായിരിക്കും. മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും. വിശിഷ്ട വസ്തുക്കൾ സമ്മാനമായി ലഭിക്കും. തൊഴിൽപരമായി അല്പം തിരക്ക് വന്നു ചേരും. ആരോഗ്യകാര്യങ്ങളിൽ അല്പം ശ്രദ്ധ ആവശ്യമാണ്. സാമ്പത്തികമായി നേട്ടങ്ങൾ ഉണ്ടാകുന്ന ദിവസമാണ്. കഴിയുന്നതും മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന് ജപിക്കുന്നത്, വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുന്നത്, വിഷ്ണു അഷ്ടോത്തരം ജപിക്കുന്നത്, ദേവി മഹാത്മ്യത്തിലെ നാരായണീ സ്തുതി ജപിക്കുന്നതൊക്കെ കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. രാശിനാഥയായ മഹാലക്ഷ്മിയെ കൂടി പ്രാർത്ഥിക്കുമ്പോൾ, മഹാലക്ഷ്മി അഷ്ടവും കൂടി ജപിക്കുമ്പോൾ കൂടുതൽ മംഗളങ്ങൾ വന്നു ചേരും. വൃശ്ചിക രാശി. ഭാഗ്യം പല രീതിയിലും തുണയ്ക്കുന്ന സമയമാണ്. സന്താനങ്ങൾക്ക് നല്ല സാഹചര്യങ്ങൾ ഉണ്ടാകും. പ്രിയജനങ്ങൾ വഴി നല്ല തൊഴിലവസരങ്ങൾ ലഭിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങളിൽ പങ്കെടുക്കും, അല്ലെങ്കിൽ മംഗളകർമ്മങ്ങൾ നടത്തുവാനുള്ള ഒരു യോഗം കാണുന്നു. ഭാവി കാര്യങ്ങൾ സുരക്ഷിതമാക്കി മുന്നേറുവാനും ബാധ്യത തീർക്കുവാനുമുള്ള പദ്ധതികൾ ആലോചിക്കും. ഇഷ്ടകാര്യങ്ങൾ ഏറ്റെടുത്ത് നടത്താനാവും. സംയുക്ത സംരംഭങ്ങളിൽ ഗുണം ചെയ്യും. കായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾക്ക് സാധ്യതയുണ്ട്.
പൊതുവേ പറഞ്ഞാൽ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുന്നത് മൂലവും ഹനുമാൻ സ്വാമിയെയും ശ്രീരാമസ്വാമിയെയും പ്രാർത്ഥിക്കുന്നതും ദുർഗാദേവിയെയും ഭദ്രയൊക്കെ പ്രാർത്ഥിക്കുന്നത് മൂലം എല്ലാ മംഗളങ്ങളും വന്നു ചേരുന്നതാണ്. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത് കൂടുതൽ ഗുണഫലങ്ങൾ നൽകും. ധനുരാശി. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ മാറും. പഠിച്ചതിനോടനുബന്ധമായ ഏത് വിഷയമാണോ പഠിച്ചത് ആ വിഷയവുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങളിൽ ജോലി സാധ്യത തെളിയുന്നതാണ്. പ്രതീക്ഷിച്ച ധനാഗമ മാർഗങ്ങൾ കണ്ടെത്തും. സന്താനങ്ങളുടെ കാര്യത്തിൽ അല്പം സന്തോഷം അനുഭവിക്കും. വിവാഹ തടസ്സങ്ങൾ മാറിക്കിട്ടും. സാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. തെറ്റുകൾ മനസ്സിലാക്കി പരിഹരിക്കാൻ കഴിയും. പൊതുവെ പറഞ്ഞാൽ 6/3/2025 രോഹിണി നക്ഷത്രം ചോറ്റാനിക്കര കൊടിയേറ്റുകൂടിയായതുകൊണ്ട് ചോറ്റാനിക്കര ദേവീക്ഷേത്രത്തിൽ ദർശനം നടത്തി പ്രാർത്ഥിക്കുന്നത് എല്ലാവിധ ഗുണഫലങ്ങളും നൽകുന്നതാണ്. മകരം രാശി. മകരം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം IT രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക്, അതുപോലെ വിവര സാങ്കേതിക മീഡിയകളിലൊക്കെ പ്രവർത്തിക്കുന്നവർക്ക് അനുകൂല സാഹചര്യങ്ങൾ വന്നു ചേരും. വീട്ടിൽ മംഗളകാര്യങ്ങൾ നടക്കും. തൊഴിൽപരമായി കൂടുതൽ അവസരങ്ങൾ ലഭിക്കും. ഭൂമി വിൽപ്പനയിലുള്ള തടസ്സങ്ങൾ മാറിക്കിട്ടും. ആഗ്രഹിച്ച കാര്യങ്ങൾ ചെയ്തു തീർക്കാനുള്ള ഒരു അവസരം വന്നു ചേരും. സന്താനങ്ങളിൽ നിന്നും എന്തെങ്കിലും അംഗീകാരമോ ഗുണഫലങ്ങളോ അവാർഡുകളോ ഒക്കെ കിട്ടുന്നത്, സന്താനങ്ങൾക്ക് ഉയർച്ച വരുന്നത്, ഇതെല്ലാം അനുഭവയോഗ്യമാകുന്ന ദിവസമാണ് 6/3/2025. എല്ലാ മംഗളങ്ങളും വന്നു ചേരുന്നതിന് മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുക. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്ന് ജപിക്കുക. അതുപോലെ വിഷ്ണു സഹസ്രനാമം പാരായണം ചെയ്യുക, വിഷ്ണു അഷ്ടോത്തരം പാരായണം ചെയ്യുക. അതുപോലെ ദേവീ മാഹാത്മ്യത്തിലെ നാരായണീ സ്തുതിയും പഞ്ചമാധ്യായം പാരായണം ചെയ്യുന്നതും എല്ലാവിധ മംഗളങ്ങളും നൽകുന്നതാണ്. കുംഭം രാശി. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം പലതരത്തിലുള്ള ഭാഗ്യങ്ങളും അതോടൽപ്പം സ്ട്രെസ് അല്ലെങ്കിൽ അല്പം ടെൻഷനും വരുന്ന ദിവസമാണ്. തൊഴിലിൽ നല്ല അംഗീകാരം കിട്ടും, പക്ഷേ തൊഴിൽ ഭാരം കൂടിയിരിക്കും. കുടുംബത്തിൽ മംഗളകർമ്മങ്ങൾ നടത്താനായി തീരുമാനിക്കുമെങ്കിലും അത് ചില സന്ദർഭത്തിൽ മാറ്റിവെക്കേണ്ടതായും വരാം. ഭാവി കാര്യങ്ങൾ സുരക്ഷിതമാക്കുവാനായുള്ള ചർച്ചയൊക്കെ അല്ലെങ്കിൽ അതിനുള്ള പദ്ധതിയൊക്കെ തയ്യാറാക്കും. കലാകായിക രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കുവാനുള്ള സാധ്യതയുണ്ട്. പങ്കാളിയുമായി ഉണ്ടായിരുന്ന തെറ്റിദ്ധാരണകൾ ഒരുവിധം പരിഹരിക്കപ്പെടും. കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും വരുന്നതിന് വിഷ്ണു ഭഗവാനെ പ്രാർത്ഥിക്കുന്നത്, മഹാലക്ഷ്മി അഷ്ടകം ജപിക്കുന്നത്, അതുപോലെ തന്നെ നാരായണീ സ്തുതിയൊക്കെ ജപിക്കുന്നത് എല്ലാവിധത്തിലുള്ള മംഗളങ്ങളും നൽകുന്നതാണ്. മീനം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം സാഹിത്യ രംഗത്തുള്ളവർക്ക് അംഗീകാരങ്ങൾ ലഭിക്കും. തെറ്റുകളൊക്കെ എന്തോ അറിഞ്ഞോ അറിയാതെയൊക്കെ വന്നുപോയ തെറ്റുകളെല്ലാം പരിഹരിച്ച് ഓരോന്നിനും പ്രായശ്ചിത്തം ചെയ്ത് മുന്നോട്ട് പോകുവാനുള്ള ഒരു മനസ്സ് കാണിക്കും. അതിലവർ വിജയിക്കുകയും ചെയ്യും. പുതിയ വ്യക്തിബന്ധങ്ങൾ ഉണ്ടാവും. വെല്ലുവിളികളെ നിഷ്പ്രയാസം അതിജീവിക്കും. വീട്ടിൽ നല്ല മാറ്റങ്ങൾ വന്നു ചേരും. ഭൂമി വിൽക്കാനും വാങ്ങാനുമൊക്കെ പറ്റിയ സമയമാണ്. രാശിനാഥനായ മഹാവിഷ്ണുവിനെ പ്രാർത്ഥിക്കുകയും വിഷ്ണു ക്ഷേത്രത്തിൽ തുളസിമാല സമർപ്പിക്കുന്നത് വളരെ ഗുണഫലങ്ങൾ നൽകും. മഞ്ഞ വസ്ത്രം ധരിക്കുന്നത്, മഞ്ഞ പുഷ്യരാഗം ധരിക്കുന്നത്, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ നാരായണായ എന്നൊക്കെ പ്രാർത്ഥിക്കുന്നത്, അതുപോലെ തന്നെ കഴിയുമെങ്കിൽ ദുർഗാദേവിക്ക് നാരായണീ സ്തുതി ജപിക്കുകയും ദുർഗാദേവിക്ക് നിവേദ്യങ്ങൾ, ഇഷ്ടമുള്ള നിവേദ്യം, മലർ നിവേദ്യമാവട്ടെ അല്ലെങ്കിൽ അല്പം പാൽപ്പായസമാവട്ടെ, കഴിയുന്നതും നിവേദ്യങ്ങൾ സമർപ്പിച്ച് ദുർഗാദേവിയെ പ്രീതിപ്പെടുത്തി പ്രാർത്ഥനകൾ ചെയ്യുന്നത് എല്ലാവിധ മംഗളങ്ങളും നൽകും. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ
കൊടിയേറ്റായതുകൊണ്ട് കഴിയുന്നവർ ചോറ്റാനിക്കര ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ട് അമ്മയെ നാരായണ ജപിച്ചുകൊണ്ട് വൈകിട്ട് ഒരു 6 മണി മുതൽ 7:30 വരെയുള്ള സമയം, ആ കൊടിയേറുന്ന സമയം മനസ്സറിഞ്ഞ് അമ്മയെ പ്രാർത്ഥിക്കൂ. അമ്മയുടെ എല്ലാവിധ ഗുണഫലങ്ങളും അനുഭവയോഗ്യമാകും. 27 നക്ഷത്രക്കാർക്കും ചോറ്റാനിക്കര ഭഗവതിയുടെ അനുഗ്രഹമുണ്ടാവട്ടെ, മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ടാവട്ടെ. അമ്മേ നാരായണ, ദേവി നാരായണ എന്ന് വൈകിട്ട് 6:30 മുതൽ 7:30 വരെ അമ്മയുടെ നാമം ജപിച്ച് അമ്മയെ പ്രാർത്ഥിക്കൂ. അമ്മയുടെ കൊടി കയറുന്നതോടുകൂടി എല്ലാവരിലും ഒരു ഉയർച്ചയുടെ നാളം തെളിയുന്നതാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.